ഇന്ന് ഞാൻ വീട്ടിലെ ചെറുതേനീച്ചക്കൂട് എടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു ചെടിച്ചട്ടിയിലാണ് ഈ ചെറുതേനീച്ചനെ ഞാൻ പകർത്തി വെച്ചത്. ചട്ടി വളരെ വലുതായതിനാൽ തേനീച്ച ഒരു സെപ്പറേറ്റ് അറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തേനീച്ചക്കൂട് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് തേനീച്ചക്കൂടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പിടിച്ചു വെക്കുക. തേനീച്ചക്കൂട്ടിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന തേനീച്ചകളാണ് ആ കൂടിൻ്റെ സൈനികർ. അവരാണ് ആ കൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ. കുപ്പി പിടിച്ച് ഈ തേനീച്ചകളെ പിടിക്കുന്നതിലൂടെ കുറേ തേനീച്ചകളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. തേനീച്ചക്കൂട് തുറന്നു കഴിഞ്ഞാൽ റാണിയീച്ച ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ റാണിയീച്ചേനെ കണ്ടു കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ റാണിയീച്ചയുടെ മുട്ടയുണ്ടോ എന്ന് നോക്കണം. റാണിയീച്ചയുടെ മുട്ട മറ്റുള്ള മുട്ടകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതായിരിക്കും. ഇങ്ങനെയുള്ള റാണിമുട്ടയും കുറച്ച് മറ്റു മുട്ടകളും എടുത്ത് കൂടെ കുറച്ച് മെഴുകും പൂമ്പൊടിയും എടുത്ത് ഒരു കലത്തിലേക്ക് മാറ്റി വെച്ചാൽ വേറൊരു കോളനി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഏറ്റവും നന്നായി തേനീച്ചയെ പകർത്തി വെക്കാൻ സാധിക്കുന്നത് മുളകൾ കൊണ്ടുണ്ടാക്കിയ കൂടുകളിലാണ്. ഞാൻ പക്ഷേ വീട്ടിലുള്ള പഴയ ചെറിയ പൊട്ടൽ വീണ ചട്ടികളിലുമെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന കോളനിയെ ഞാൻ പകർത്തി വെച്ചിരിക്കുന്നത് പഴയൊരു പൊട്ടൽ വീണ മീൻചട്ടിയിലാണ്. പറമ്പിൽ നിന്നിരുന്ന ഒരു മരത്തിൽ നിന്നാണ് ചെറുതേനീച്ചയുടെ കോളനി ആദ്യമായി കിട്ടിയത്. പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും വേറെ വേറെ കൂടുകളിലേക്ക് കോളനിയെ പകർത്തി വെക്കുകയാണ് ചെയ്തത്. കൂട്ടിൽ നിന്ന് തേനെടുത്ത ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ അടച്ച് കെട്ടിവെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തേനീച്ചകളുടെ ചിറകുകൾ അവിടെ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. തേനെടുത്ത ശേഷം അട കൈകൊണ്ട് പിഴിയാതെ നോക്കണം. കൈകൊണ്ട് പിഴിഞ്ഞാൽ തേനിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മഴക്കാലങ്ങളിൽ മാക്സിമം തേനെടുക്കാതെ നോക്കാൻ ശ്രദ്ധിക്കണം. വർഷത്തിൽ 2 തവണ തേനെടുക്കാൻ സാധിക്കും. കുട്ടികളുള്ള വീടുകളിൽ തേനീച്ച കോളനിയെ സൃഷ്ടിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് പ്രതിരോധശേഷിക്ക് നല്ലൊരു മരുന്നാണ് ചെറുതേൻ.